ഹലോ എവ്രിവൺ, ഞാൻ എസ്തർ റബേക്ക നിർമ്മൽ ഫ്രം പൂണോൾ സിൽക്സ്. ഇന്ന് നമ്മൾ ഡിസൈനർ കാഞ്ചീപുരം സാരീസിൻ്റെ കളക്ഷൻസ് കാണിക്കുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. ഇതിൻ്റെ കളർ തന്നെ നമുക്ക് കാണാം. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രൈഡൽ കോൺസെപ്റ്റിൽ വന്നിട്ടുള്ളൊരു സാരിയാണ്. ഇത് വരുമ്പോൾ കാഞ്ചി മെറൂണും അതേപോലെ ക്രീം ആ ഒരു ഷെയ്ഡിലോട്ടാണ്. വിത്ത് ഗോൾഡൻ ജെറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സാരിയാണ്. അതിൻ്റെ ബോർഡർ തന്നെ നമുക്ക് കാണാം. ബോർഡർ വരുമ്പോൾ ഗോൾഡൻ കളർ ഷെയ്ഡിൽ നമുക്ക് ആ ഒരു വർക്ക് നമുക്ക് കാണാൻ പറ്റും. ഇത് വരുമ്പോൾ ആ ഒരു ട്രഡീഷണൽ ലുക്കിലോട്ട് വരുന്ന സാരിയാണ്. ഒരു പക്ക ട്രഡീഷണൽ ആയിട്ട് വരുന്ന ഒരു സാരി. ഇതുപോലെ വെഡ്ഡിങ്സിനൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് സാരിയാണ്. ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷൻ വരുമ്പോൾ ഈ ഒരു ഇതിലോട്ടാണ് പല്ലു പോർഷൻ വന്നിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ആ ഒരു മറൂൺ ഷെയ്ഡിലോട്ട് ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസ് ഇങ്ങനെ വരും. ബോർഡർ വരുമ്പോൾ ആ ഒരു ബാവൻചി ബോർഡേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഈ ബോർഡേഴ്സ് ഒക്കെ വരുന്നത് ബാവൻചി ബോർഡേഴ്സ് ആണ്. ബ്യൂട്ടിഫുൾ സാരി എന്നാണ് നമുക്ക് എടുത്ത് പറയുന്ന ഒരു സാരിയാണ്. നെക്സ്റ്റ് സാരി വരുന്നത് ഈ ഒരു ഷെയ്ഡിലോട്ടാണ്. ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻസ് ആണ്. ആ ഒരു ക്യാരറ്റ് പീച്ചും പിന്നെ അതേപോലെ ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡിലോട്ടാണ് ബോർഡേഴ്സ് വന്നിട്ടുള്ളത്. ഇതെല്ലാം കാണിക്കുന്നത് പ്യോർ കാഞ്ചീപുരം സാരീസ് ആണ്. ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ് വരുന്നത്. ബ്ലൗസ് ഇങ്ങനെ വരും. ഇതെല്ലാം ലൈറ്റ് വെയ്റ്റ് കളക്ഷനിൽ വന്നിട്ടുള്ള ഒരു സാരീസാണിത്. നെക്സ്റ്റ് സാരി ഈ ഒരു ഷെയ്ഡിലോട്ടാണ്. എഗെയിൻ ക്യാരറ്റ് പീച്ചും ഒരു പർപ്പിൾ ഷെയ്ഡിലോട്ട് വന്നിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. ബോർഡേഴ്സ് വരുമ്പോൾ വയലറ്റ് ഷെയ്ഡ്. ഇതാണ് ആ ഒരു ബോഡിയിലൊക്കെ വർക്ക്. നല്ല ബ്യൂട്ടിഫുൾ വർക്കാണ്. എല്ലാ സാരീസും ഈ ഒരു കളക്ഷനിൽ എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു കളക്ഷൻ. അത് വാടാമല്ലി ഷെയ്ഡാണ് കേട്ടോ. വാടാമല്ലി ഷെയ്ഡിലോട്ടാണ് ഒരു പല്ലു പോർഷൻ വന്നിട്ടുള്ളത്. അതേപോലെ ഇതിൻ്റെ ബ്ലൗസ് വരുമ്പോൾ ഇതാണ് അതിൻ്റെ ബ്ലൗസ്. ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്ന ആ ഒരു വാടാമല്ലി ഷെയ്ഡിലോട്ട് തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ്. നെക്സ്റ്റ് ആ ഒരു മെറൂൺ ആൻഡ് ക്രീമിൽ തന്നെ ഒരു ഡിഫറെൻറ്റ് ഡിസൈനാണ്. ഇത് വരുമ്പോൾ വൺ സൈഡ് കുറച്ച് ഈ ഒരു ബോർഡറും പിന്നെ അതേപോലെ അപ്പുറത്തെ ഒരു സൈഡ് താഴത്തോട്ട് വരുമ്പോൾ വീതി കൂടിയ ഒരു ബോർഡറാണ്. ഇതാണ് ആ ഒരു ബോർഡർ വരുന്നത്. പല്ലു പോർഷൻ വരുമ്പോൾ ഇതാണ് പല്ലു പോർഷൻ വരുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പല്ലു പോർഷനാണ്. ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുമ്പോൾ ഒരു ബാവിൻചി വീവിൽ വന്നിട്ടുള്ള ബ്ലൗസ് പീസസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. പ്യോർ കാഞ്ചീപുരം സാരീസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തത് ഒരു റെയർ കോമ്പിനേഷൻ കളേഴ്സ് ആണ്. ഒരു പിസ്ത ഗ്രീനും പിന്നെ അതേപോലെ ഒരു ലൈറ്റ് ലാവൻഡർ ഷെയ്ഡും. റെയർ കോമ്പിനേഷൻ തന്നെ എടുത്ത് പറയാം. അതേപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ കളർ കോമ്പിനേഷനാണിത്. ഇതിൻ്റെ ആ ഒരു വർക്ക് നമുക്ക് സൂം ചെയ്താൽ കാണാം. വർക്ക് ഇതാണ് അതിൻ്റെ വർക്ക് വരുന്നത്. അതേപോലെ പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസ് വരുമ്പോൾ ആ ഒരു ലാവൻഡർ ഷെയ്ഡിലോട്ട് തന്നെയാണ് ബ്ലൗസ് പീസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് ഒരു വെറൈറ്റി കളക്ഷനാണ്. ഇത് ലൈറ്റ് വെയ്റ്റിൽ വന്നിട്ടുള്ള ഓർഗൻസ കാഞ്ചീപുരം സാരിയാണ്. ഇത് ഓർഗൻസ മെറ്റീരിയലോട്ടാണ് ഈ ഒരു സാരി വന്നിട്ടുള്ളത്. നല്ല ലൈറ്റ് വെയ്റ്റ് ആണ്. ഉടുക്കുമ്പോഴൊക്കെ നല്ല സുഖമായിട്ട് നമുക്ക് ഉടുക്കാൻ പറ്റും. അതേപോലെ ആ ഒരു ബോഡി പോർഷൻ അതിൽ വരുമ്പോൾ ആ ഒരു മാമ്പഴമഞ്ഞയും ഗ്രീൻ കളർ എവർ ഹെഡ് കളർ കോംബോ ആയിട്ടുള്ള ഒരു കളേഴ്സാണ്. ഇത് വരുമ്പോൾ ഓർഗൻസയിൽ വന്നിട്ടുള്ളതാണ്. നമുക്ക് കാണാം ഓർഗൻസയിൽ വന്നിട്ടുള്ള ഒരു സാരിയാണ്. അതേപോലെ ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുമ്പോൾ ഇങ്ങനെ വരും. ബ്ലൗസ് പീസ് വരുമ്പോൾ ആ ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലോട്ട് തന്നെയാണ് ബ്ലൗസ് പീസ് വന്നിട്ടുള്ളത്. ഇതും ഓർഗൻസയിൽ വന്നിട്ടുള്ള കാഞ്ചീപുരം സാരീസ് ആണ്.
ഓർഗൻസ കാഞ്ചിപുരം. ഇതാണ് അതിൻ്റെ ആ ഒരു ബോഡി പോർഷൻ. പല്ലു ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസ് ഇതാണ് അതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസ് ഇങ്ങനെ വരും. ബ്യൂട്ടിഫുൾ തന്നെ ഞാനിങ്ങനെ എടുത്തെടുത്ത് പറയാം, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷനാണ്. നല്ല ലൈറ്റ് വെയിറ്റും ആണ് കേട്ടോ, ഉടുക്കാനൊക്കെ ആയിട്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇങ്ങനെ ഫ്ലോ ആയിട്ട് കിടക്കുന്ന ഒരു മെറ്റീരിയലാണ്. നെക്സ്റ്റ് വരുന്നത് ബ്രൊക്കേഡ് കാഞ്ചിപുരം സാരിയാണ്. ഇത് വരുമ്പോൾ ആ ഒരു ലാവൻഡർ ഷെയ്ഡിലോട്ടാണ്, ആ ഒരു പേസ്റ്റൽ ടോണിലോട്ട് വന്നിട്ടുള്ളൊരു കളറാണ്. ഇതാണ് അതിൻ്റെ ആ ഒരു പല്ലു പോർഷൻ വരുന്നത്. ബ്ലൗസ് പീസ് വരുമ്പോൾ സെയിം കളറിൽ തന്നെയാണ് ബ്ലൗസ് പീസും പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. നമുക്കിപ്പോൾ ബ്രൈഡലിനൊക്കെ ആണെങ്കിൽ ആ ബ്ലൗസ് നമുക്കത് ഹൈലൈറ്റ് ചെയ്ത് കട്ട് ബീഡ്സ് ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് ബ്രൈഡൽ കോൺസെപ്റ്റിലൊക്കെ ആക്കാൻ പറ്റും. നെക്സ്റ്റ് നല്ലൊരു ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ്. ബോട്ടിൽ ഗ്രീനിലൊരു ആൻറ്റിക് ഗോൾഡ് സെറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇതാണ് ആ ഒരു ബോഡി വരുന്നത്. ബോഡിയിൽ ഇങ്ങനെ വരും. പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് പീസ്. ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നു. നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ഷെയ്ഡിലോട്ട് ഒരു അടിപൊളിയായിട്ടുള്ളൊരു കളക്ഷനാണിത്. ഇത് എടുത്ത് പറയേണ്ട ഇതിൻ്റെ മെയിൻ എന്ന് വെച്ചാൽ ഇതിൻ്റെ ഡിസൈൻ നമുക്ക് കാണാം, ഒരു സ്ട്രൈപ്പ് പാറ്റേണിലോട്ട് വന്നിട്ടുള്ളതാണ്. അപ്പം നമുക്ക് ആ ഒരു ഹൈറ്റൊക്കെ കൂടുതൽ തോന്നിക്കും ഈ ഒരു ഡിസൈനിൽ. ഇതാണ് അതിൻ്റെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. ബ്ലൗസ് പീസ് വരുമ്പോൾ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസ് ഇങ്ങനെ വരുന്നു. ബ്യൂട്ടിഫുൾ, എടുത്ത് പറയേണ്ടതാണ്, ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളക്ഷൻ തന്നെയാണ്. നെക്സ്റ്റ് ബ്രൊക്കേഡ് കാഞ്ചിപുരത്തിൽ തന്നെ ടിഷ്യൂ സാരി വന്നിട്ടുള്ളൊരു കളക്ഷനാണ്. ഇതാണ് ആ ഒരു സാരി. ലൈറ്റിലൊക്കെ നമുക്ക് നല്ല രീതിയിൽ ഷൈനി ആയിട്ട് നിൽക്കും. ഇപ്പോൾ ഡേ ലൈറ്റ് ആയാലും അതേപോലെ നൈറ്റ് ഫങ്ഷൻസിൻ്റെ ലൈറ്റിലൊക്കെ നല്ല രീതിയിൽ എടുത്ത് നിൽക്കാൻ പറ്റിയ ഒരു ടൈപ്പ് ഓഫ് സാരിയാണ്. ഇതാണ് ആ ഒരു പല്ലു പോർഷൻ വരുന്നത്. നെക്സ്റ്റ് ഒരു സാൽമൺ ഷെയ്ഡിൽ ഇതിൽ വന്നിട്ടുള്ള സാരി വരുന്നത് ജർമ്മൻ സിൽവർ ആണെന്ന് പറയുമ്പോൾ ഗോൾഡും സിൽവറും കൂടിയിട്ട് കമ്പൈൻഡ് ആയിട്ടുള്ള ഒരു കളറാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു കളർ എന്ന് പറഞ്ഞാൽ. സാൽമൺ കളർ നല്ല രസമുള്ളൊരു കളറാണ്, സാൽമൺ പീച്ച്. ഇതാണ് ആ ഒരു പല്ലു പോർഷൻ വരുന്നത്. അടുത്തത് നല്ലൊരു പിങ്ക് ഷെയ്ഡ്, പിങ്ക് ആൻഡ് ഗോൾഡൻ ജെറി. ഇതും ജർമ്മൻ സിൽവർ തന്നെയാണ്. ജർമ്മൻ സിൽവർ ആണ് കേട്ടോ, ഗോൾഡൻ അല്ല. ജർമ്മൻ സിൽവർ ജെറിയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. ഇതൊരു റെയർ കളറാണ്. ഇത് വരുമ്പോൾ ആ ഒരു ഡസ്റ്റി ഷെയ്ഡാണ്. ഇത് വരുമ്പോൾ ആ ഒരു ലാവൻഡറിൻ്റെ തന്നെ ഒരു ഡസ്റ്റി കോമ്പിനേഷനിൽ വന്നിട്ടുള്ളൊരു ഷെയ്ഡാണ്. ഇതാണ് ആ ഒരു ബോർഡേഴ്സ് വരുന്നത്. ടോൺ ടു ടോണിലാണ് വരുന്നത്. പല്ലു പോർഷൻ ഇങ്ങനെ വരുന്നു. ഇത് വരുമ്പോൾ ആ ഒരു പീച്ച് ഷെയ്ഡിലോട്ടാണ് ഈ ഒരു കളർ വന്നിട്ടുള്ളത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡാണ്. അതേപോലെ ജർമ്മൻ സിൽവർ തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആ ബോർഡേഴ്സ് നമുക്ക് കാണാം, 2 സൈഡ് ബോർഡർ ആണ്, ടോൺ ടു ടോൺ. ഇതാണ് ആ ഒരു പല്ലു വരുന്നത്. ഇതിൻ്റെ ബ്ലൗസ് പീസ് ഇങ്ങനെയാണ് ബ്ലൗസ് പീസ് വരുന്നത്. ഇതൊക്കെ ഒരു റോയൽ ആൻഡ് റിച്ച് ലുക്കിൽ നമുക്ക് ഈ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ സെറ്റ് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ അതേപോലെ എടുത്ത് നിൽക്കുന്ന ഒരു കൈൻഡ് ഓഫ് സാരീസാണ് ഞാനിപ്പോൾ കാണിച്ചത്. നമുക്കിത് വെബ് ത്രൂ പർച്ചേസ് ചെയ്യാം, വാട്സാപ്പ് ത്രൂ പർച്ചേസ് ചെയ്യാം. ഷോപ്പായ അങ്കമാലി വിസിറ്റ് ചെയ്ത് അവൈലബിൾ ആയിരിക്കും. സോ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.